ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് കേരള PSC യുടെ ഡിഗ്രി ബേസ്ഡ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി സെക്ഷനിൽ വരുന്ന 20 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറിംഗ് ആണ്. ഇത് 2014 കേരള PSC നടത്തിയ SC ഡെവലപ്മെൻറ്റ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നേരെ ക്വസ്റ്റ്യൻ ആൻസറിംഗ് സെക്ഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The age of a father is equal to the sum of the age of his 4 children. After 20 years, sum of the ages of the children will be twice the age of the father. What is the age of the father now? Options ഉണ്ട്. Option A 50, Option B 40, Option C 45, Option D 48. ഫാദറിൻ്റെ ഏജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ 4 കുട്ടികളുടെ ഏജുകളുടെ സമ്മിന് തുല്യമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫാദറിൻ്റെ ഏജ് സപ്പോസ് എഫ് എന്ന് എടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ഏജ് C1, C2, C3, C4 ആയി കഴിഞ്ഞാൽ F is equal to C1 plus C2 plus C3 plus C4 ആണ്. കാരണം ക്വസ്റ്റ്യൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞത് ഏജ് ഓഫ് ദി ഫാദർ ഇസ് ഈക്വൽ ടു ദി സം ഓഫ് ദി ഏജ് ഓഫ് ഹിസ് 4 ചിൽഡ്രൻ. ഇനി 20 വർഷം കഴിയുമ്പോൾ കുട്ടികളുടെ ഏജുകളുടെ തുക എന്ന് പറയുന്നത് ഫാദറിൻ്റെ ഏജിൻ്റെ ട്വൈസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 20 വർഷങ്ങൾ കഴിയുമ്പോൾ ഓരോ കുട്ടിക്കും 20 വയസ്സ് വെച്ച് കൂടും. അപ്പോൾ 4 കുട്ടികളുള്ളപ്പോൾ 4 കുട്ടികൾക്ക് 20 വയസ്സ് വെച്ച് കൂടും. അപ്പോൾ 4 × 20 പ്ലസ് C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് C4 ഈക്വൽസ് 2 × ഫാദറിൻ്റെ ഇപ്പോഴത്തെ ഏജ് എത്രയായിരിക്കും? ഇപ്പോഴത്തെ ഏജ് എഫ് ആണ്. അപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷമുള്ള ഏജ് എഫ് പ്ലസ് 20 ആണ്. എഫ് പ്ലസ് 20 അതിന് രണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 20 വർഷങ്ങൾക്ക് ശേഷം കുട്ടികളുടെ ഏജുകളുടെ സം എന്ന് പറയുന്നത് ഫാദറിൻ്റെ ഏജിൻ്റെ ട്വൈസ് ആണെന്ന് പറയുന്നത്. കുട്ടികളുടെ ഏജ് എത്രയായിരിക്കും? 20 വർഷം കഴിയുമ്പോൾ 4 കുട്ടികൾക്ക് 20 വയസ്സ് വെച്ച് കൂടും. 4 × 20 പ്ലസ് C1 പ്ലസ് C2 പ്ലസ് C3 4 ഈക്വൽ ടു ട്വൈസ് ദി ഏജ് ഓഫ് ദി ഫാദർ. 20 വർഷങ്ങൾക്ക് ശേഷം ഫാദറിൻ്റെ ഏജും 20 വയസ്സ് കൂടുമല്ലോ. അപ്പോൾ എഫ് പ്ലസ് 20 × 2. ഇനി ഈക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. 4 × 20 എന്ന് പറഞ്ഞാൽ 18 പ്ലസ് C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് C4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എഫ് എന്ന് എഴുതാം. ഈക്വൽ ടു ഈ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 × F 2F 2 × 20 40. ഈ പ്ലസ് 40 ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടും പ്ലസ് എഫ് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 80 മൈനസ് 40 ഈക്വൽ ടു 2F മൈനസ് എഫ് എന്ന് വരും. അതായത് പ്ലസ് 40 ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിലെത്തുമ്പോൾ മൈനസ് 40 ആവും. പ്ലസ് എഫ് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലെത്തുമ്പോൾ മൈനസ് എഫ് ആവും. ദെൻ 2F മൈനസ് എഫ് ഈക്വൽ ടു എഫ് ഈക്വൽസ് 80 മൈനസ് 40 40. ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കണ അഡ്വൈസ് കണ്ടെത്താണ് ഫാദറിൻ്റെ ഇപ്പോഴത്തെ ഏജ് എത്രയാണ്? എഫ് ആണ്. അപ്പോൾ എഫിൻ്റെ ആൻസർ എത്രയാണ്? 40. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 40 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഡിക്രീസ്ഡ് ബൈ 50%. വാട്ട് പെർസെൻറ്റേജ് ദ വിഡ്ത്ത് ഹാവ് ടു ഇൻക്രീസ് സോ ആസ് ടു മെയിൻറ്റെയിൻ ദ സെയിം ഏരിയ? ഇപ്പം എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് 50% ഡിക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വിഡ്ത്ത് എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യണം സെയിം ഏരിയ തന്നെ കിട്ടാൻ? സപ്പോസ് നമ്മുടെ റെക്ടാങ്കിളിൻ്റെ ഏരിയ എ ആണെന്ന് എടുക്കുക. എ ഈക്വൽ ടു ലെങ്ത് എന്നുള്ളത് എല്ലും വിഡ്ത്ത് എന്നുള്ളത് W ആയ L × W ആണ് ഏരിയ. ഓക്കെ, നൗ നമ്മുടെ ലെങ്ത്ത് എന്ത് സംഭവിച്ചു? നമ്മുടെ ലെങ്ത്തിന് 50% ഡിക്രീസ് ചെയ്തു. അപ്പോൾ സപ്പോസ് പുതിയ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് L' എന്ന് വിളിക്കാം. പുതിയ ലെങ്ത് L' ഈസ് ഈക്വൽ ടു ഉള്ള ലെങ്ത് L ആണ്. ഇപ്പോൾ ഉള്ള ലെങ്ത് L ആണ്. L എത്ര പെർസെൻറ്റേജ് കുറച്ചു? 50% വരും. അപ്പോൾ L മൈനസ് L × 50/100. ഒരു 50 50 2 50 100 ഈക്വൽസ് L മൈനസ് L 50 പോയി L × 1 L ഡിവൈഡ് ബൈ 100 പോയി 2 ആയി. L മൈനസ് L/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മൈനസ് 1/2. 1 മൈനസ് 1/2 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. അല്ലെങ്കിൽ ഈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × L 2L മൈനസ് L ഡിവൈഡ് ബൈ 2.
അപ്പോൾ പുതിയ ലെങ്ത് L/2 ആണ്. 50% കുറയ്ക്കുമ്പോൾ ഉള്ള ലെങ്ത് L/2 ആണ്. നമ്മുടെ ഏരിയയ്ക്ക് എന്താണ് ഒരു മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു എ തന്നെയാണ്. ഏരിയ ഈക്വൽസ് പുതിയ ലെങ്ത് L/2 ആണ്. അപ്പോൾ പുതിയ വിഡ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വിഡ്ത്തിന് W, പുതിയ വിഡ്ത്തിന് W, പുതിയ വിഡ്ത്തിന് തന്നെ കൊടുക്കാം. ഓക്കെ. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, LW ആണ്, ഈക്വൽ ടു L/2 ഇൻറ്റു വിഡ്ത്ത്. ദെൻ ഈ 2 ഇക്വേഷൻ ലെഫ്റ്റ് സൈഡോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഈ L ഇക്വേഷന് താഴോട്ട് വരുമ്പോൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ LW ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ L ഈക്വൽസ് വിഡ്ത്ത്. അപ്പോൾ എല്ലും എല്ലും വെട്ടിപ്പോകും. അപ്പോൾ പുതിയ വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു W, 2W. അതായത് ആദ്യമുള്ള W നിന്ന് ഇപ്പോഴത്തെ വിഡ്ത്ത് 2W ആയി. അത് എത്ര പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ചെയ്തേക്കണേ? 100% ആണ് W എന്ന് പറഞ്ഞത്. അപ്പോൾ 2W ആയി കഴിഞ്ഞാൽ 100% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ 100. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3. The speed of a boat in still water is 15 km/h. It can go 30 km upstream and return downstream to the original point in 4 hours and 30 minutes. Find the speed of the stream. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു ബോട്ടിൻ്റെ സ്പീഡ് 15 km/h ആണ്. നിശ്ചലമായിരിക്കുന്ന ഒരു സ്ട്രീമിൽ, നിശ്ചലമായിരിക്കുന്ന ഒരു ജലാശയത്തിൽ 15 km ആണ്. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴുക്കിനെതിരായിട്ടുള്ളതിനാണ് അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒഴുക്കിനോട് കൂടെ. ഇപ്പം 30 km നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ക്യാൻ ഗോ 30 km upstream and return downstream to the original point in 4 hours and 30 minutes. അപ്പോൾ ഒരു ബോട്ടിന് 30 km അപ്സ്ട്രീമിൽ പോയി റിട്ടേൺ വരുന്നതിന് ടോട്ടൽ ടൈം എടുക്കുന്നത് 4 hours and 30 minutes. അപ്പോൾ നമുക്ക് നമുക്ക് എഴുതാം. T is equal to, സപ്പോസ് അപ്സ്ട്രീമിന് എടുക്കുന്ന ടൈം ബോട്ട് 30 km അപ്സ്ട്രീമിലേക്ക് പോകാൻ എടുക്കുന്ന ടൈം T1 ആയിട്ടും ഡൗൺ സ്ട്രീമിലേക്ക് വരുന്ന ടൈം T2 ആയിട്ട് എടുക്കുക. T എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 4 hours 30 minutes. ദാറ്റ് മീൻസ് 4.5 hours. ഈ T1 നമ്മൾ കണ്ടെത്തണം. T1 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്സ്ട്രീമിന് എടുക്കുന്ന ടൈമാണ്. അപ്സ്ട്രീമിന് എടുക്കുന്ന ടൈമിൻ്റെ ഇക്വേഷൻ എന്താണ്? ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇപ്പോൾ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ്? 30 ആണ്. 30 ഡിവൈഡ് ബൈ സ്പീഡ് എത്രയാണ്? 30 km അപ്സ്ട്രീം എന്നാണ് ആദ്യം പറഞ്ഞത്. 30 km അപ്സ്ട്രീമിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ 15 km ആണ് ബോട്ടിൻ്റെ വേഗത. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഒഴുക്കിനെതിരായിട്ടുള്ള സഞ്ചാരമാണ്. അപ്പോൾ ഇപ്പോൾ സപ്പോസ് സ്ട്രീമിൻ്റെ സ്പീഡ് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 50 - x ആയിരിക്കും. കാരണം നമ്മൾ ബോട്ട് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലാണ് സ്ട്രീം ഒഴുകുന്നത്. അപ്പോൾ സ്ട്രീമിൻ്റെ സ്പീഡ് എക്സും നമ്മൾ പോകുന്ന ബോട്ടിൻ്റെ സ്പീഡ് 15 ആണെങ്കിൽ 15 ആണെങ്കിൽ 15 - x ആയിരിക്കും നെറ്റ് സ്പീഡ്. പ്ലസ് T2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? T2 എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീമാണ്. ഡൗൺ സ്ട്രീമിൽ എത്ര ഡിസ്റ്റൻസ് എത്രയാണ്? 30 തന്നെയാണ്. 30 പോയി തിരിച്ച് 30 തന്നെ വരണല്ലോ. 30 ഡിവൈഡ് ബൈ ബോട്ടിൻ്റെ സ്പീഡ് 15 ആണ്. ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് എക്സ് ആണ്. അപ്പോൾ ബോട്ട് ഡൗൺ സ്ട്രീമിൽ വരുമ്പോൾ രണ്ടും ഒരേ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 15 + x ആയിരിക്കും അന്നേരത്തെ സ്പീഡ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫൈൻഡ് ദി സ്പീഡ് ഓഫ് ദി സ്ട്രീം ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അതായിരിക്കും നമ്മുടെ സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞത്. 4.5 hours. അതായത് 4.5 നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 4 + 1/2 ആണ് ഈ 4.5 എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 2നെ 4 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 1ൽ കൂട്ടിയത്. അതായത് 4 × 2 8 + 1 9 9/2 എന്ന് കിട്ടും. അതൊരു
മിശ്ര ഭിന്നമാണ്. മിശ്ര ഭിന്നത്തിന് നമുക്കറിയാലോ, നമ്മൾ ഈ 2നെ 4 മൾട്ടിപ്ലൈ ചെയ്ത് 1 ആഡ് ചെയ്ത് കോമൺ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 4 into 2 9, 4 into 2 8 plus 1 9, 9/2. Then ഈ 30/15 minus x plus 30 divided by 15 plus x ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യാം? ആദ്യം ഛേദങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 15 minus x into 15 plus x. Then അംശങ്ങൾ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടക്കണം. 30 into 15 plus x plus 30 into 15 minus x. ഓക്കെ, ഇനി നമുക്കിത് സോൾവ് ചെയ്തെടുക്കണം. 9/2 നമ്മുടെ 9/2 എന്ന് തന്നെ എഴുതുക. ഇനി ഛേദത്തിൽ എന്ത് വരും? 15 minus x into 15 plus x. നമുക്കറിയാലോ, a minus b into a plus b, a square minus b square. Then 15 square minus s square എന്ന് വരും. 15 square എന്ന് പറഞ്ഞാൽ എത്രയാണ്? 225 മൈനസ് എക്സ് സ്ക്വയർ. ഇനി 30 കോമൺ ആയിട്ട് നമുക്ക് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ 15 പ്ലസ് എക്സ് പ്ലസ് 15 മൈനസ് എക്സ്. 30 into 15x പ്ലസ് 15 മൈനസ് എക്സ്. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഇടാൻ മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, 30 നമുക്ക് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാം. 30 ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ ഇൻറ്റു 30 എന്നുള്ളത് ഡിവൈഡ് ബൈ 30 ആവും. അപ്പോൾ 9/2 into 30 ഈക്വൽസ് 30 into ഇത് ബ്രാക്കറ്റിൻ്റെ കാര്യമില്ല ശരിക്കും പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാവാൻ വേണ്ടിയാണ് 30 കോമൺ ആയിട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടി ബ്രാക്കറ്റ് എടുത്താൽ 15 plus 15 30 പ്ലസ് എക്സ് മൈനസ് എക്സ് 0 ഡിവൈഡ് ബൈ ഇവിടെ 30 ഇല്ല കേട്ടോ, 30 നമ്മൾ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിലിട്ട് 225 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ 10 into 30 10 into 3 30, 3 into 3 9. ഓക്കെ, അപ്പം എന്താവും? 3 divided by 20 equals 30 divided by 225 minus x square. ഇനി 30നെ വീണ്ടും നമ്മൾ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കണം. അപ്പം എന്താവും? 3/20 into 30 equals 1/225 minus x square. 3 3 10 3 30. ദെൻ ഇത് നമ്മൾ ഇക്വേഷൻ റൈറ്റ് സൈഡിലോട്ട് എടുക്കുമ്പോൾ ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കും. അപ്പോൾ 225 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 200 എന്ന് പറയും. ദെൻ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, അതായത് എക്സ് സ്ക്വയർ ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലോട്ട് വന്നു, 200 ഇക്വേഷൻ ലെഫ്റ്റ് സൈഡിൽ വന്നു. 225 minus 200. 225 minus 200 means x square is equal to 25. X equal to plus or minus 5. Okay, x equal to plus or minus 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 5 km/h ആണ്. ബിക്കോസ് സ്ട്രീമിൻ്റെ സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് ആയില്ലല്ലോ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി 5 km/h ആണ്. നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഫൈൻഡ് ദ ലാർജസ്റ്റ് നമ്പർ ദാറ്റ് വിൽ ഡിവൈഡ് 398, 436 and 542, leaving remainders 7, 1 and 15 respectively. Option A 77, option B 85, option C 17,
ഓപ്ഷൻ ഡി 15. അപ്പോൾ നമുക്ക് 3 നമ്പർ തന്നിട്ടുണ്ട്. 398, 436, 542. ഇതിനെയൊക്കെ ഈ 3 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ വേറൊരു കണ്ടീഷനും കൂടി ഉണ്ട്. ഫസ്റ്റ് നമ്പറിൻ്റെ റിമൈൻഡർ ആയിട്ട് 7ഉം, സെക്കൻഡ് നമ്പറിൻ്റെ റിമൈൻഡർ ആയിട്ട് 11ഉം, തേർഡ് നമ്പറിൻ്റെ റിമൈൻഡർ ആയിട്ട് 15ഉം വരണം. അപ്പോൾ നമ്മൾ ആ റിമൈൻഡേഴ്സ് എല്ലാം കുറച്ച് കൊടുക്കണം. 398 7 - 7, 436 - 11, 542 - 15. നമുക്ക് എത്ര കിട്ടും? 398 - 7 എന്ന് പറഞ്ഞാൽ 391. ഓക്കെ. 346 - 11 എന്ന് പറഞ്ഞാൽ 425. ഓക്കെ. 542 - 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 527. അപ്പോൾ ഈ നമ്പേഴ്സിനെ കോമൺ ആയിട്ട് ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ സംഖ്യേനെ ഈ നമ്പർ കൊണ്ട് ഹരിച്ചാൽ ഈ 7ഉം 11ഉം 15ഉം റിമൈൻഡേഴ്സ് ആയിട്ട് കിട്ടും. ശരിയല്ലേ? അപ്പം ഇവരുടെ HCF കണ്ടുപിടിക്കണം, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. നമുക്ക് 391 എന്ന് പറഞ്ഞാൽ അറിയാം ഏതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 391 വന്നെ. 391 = 17 × 23. വേറൊരു മൾട്ടിപ്ലിക്കേഷൻ ഇല്ലല്ലോ 391 അല്ലേ? 17 × 23. 425 ആണെങ്കിലോ? 425 ആണെങ്കിൽ 17 × 25 ആണ്. 25നെ വേണമെങ്കിൽ 5 × 5 എന്ന് എഴുതാം. 527 ആണെങ്കിലോ? 527 ആണെങ്കിൽ 17 × 31. നമ്മൾ ഇതിൻ്റെ ഈ ഡിവൈഡ് ചെയ്യാനുള്ള സംഖ്യയുടെ നമ്മൾ സ്വയം കണ്ടെത്തണം. അതായത് നമുക്ക് അറിയാലോ, ചില നമ്പർ നോക്കുമ്പോൾ 391 നോക്കുമ്പോൾ അറിയാം 1 2 പറ്റില്ല, 3 പറ്റില്ല, 4 പറ്റില്ല, 5 പറ്റില്ല, 10 പറ്റില്ല, 15 പറ്റില്ല, 16, 16, 32 പറ്റില്ല, 17 ഒരു സാധ്യത ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ 391 17 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. അങ്ങനെ വേണം നമ്മൾ കണ്ടെത്താൻ. ഇപ്പം ഇന്നത്തെ ഏറ്റവും വലിയ കോമൺ ആയിട്ടുള്ള സംഖ്യ ഏതാണ്? 17 ആണ് അല്ലേ? അപ്പം ഈ സംഖ്യയുടെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡേഴ്സ് ഒക്കെ 0 ആയിരിക്കും. അപ്പം ഈ 391 വരെ 398 ആണെങ്കിലോ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 7 വരും. 425നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പം 436 ആണെങ്കിലോ റിമൈൻഡർ 11 വരും. അതുപോലെ 527നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും, റിമൈൻഡർ 542 ആകുമ്പോഴോ റിമൈൻഡർ 15 വരും. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണെന്ന് വെച്ചാൽ 17 ആണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ 70, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Now, fifth question. The angle between hour hand and minute hand of a clock when the time is 7:25. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:25 ആവുമ്പോൾ അവയ്ക്കിടയിലുള്ള കോണാങ്കിൾ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? 7:25 എന്ന് പറയുമ്പോൾ ഇതിലൊരു ക്ലോക്കിൽ ആകെ 360 ഡിഗ്രി ആണുള്ളത്. ഈച്ച് സെക്ഷൻ, അതായത് 12നും 1നും ഇടയ്ക്ക് 30 ഡിഗ്രി ഉണ്ട്, 1നും 2നും ഇടയ്ക്ക് 30 ഡിഗ്രി ഉണ്ട്. അതായത് എല്ലാ സംഖ്യകൾക്കിടയിലും 30 ഡിഗ്രി വെച്ചാണുള്ളത്. പിന്നെ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ മനസ്സിലാക്കാനുള്ളത്, അവർ ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവറിൻ്റെ സൂചി, അതായത് മൂന്നാമത്തെ സൂചി. നമ്മൾ മണി എത്ര മണിക്കൂറായി എന്ന് നോക്കുന്നു. അപ്പോൾ അവർ ആൻഡ് നമ്മൾ പഠിച്ചു വെക്കണം. ഒരു മിനിറ്റിൽ അവർ ആൻഡ് ഹാഫ് ഡിഗ്രി തിരിയും. സംശയമുണ്ടോ? അതായത് ഒരു 12 മണി എന്നുള്ളത് 1 മണി ആവുമ്പോൾ അവർ ആൻഡ് 30 ഡിഗ്രി തിരിയും. അതായത് ഒരു മണിക്കൂറിൽ 30 ഡിഗ്രി തിരിയും. അതായത് 60 മിനിറ്റിൽ 30 ഡിഗ്രി തിരിയും.
60 മിനിറ്റിൽ 30 ഡിഗ്രി ആണെങ്കിൽ 1 മിനിറ്റിൽ 30/60 ഹാഫ് ഡിഗ്രി. അപ്പോൾ അവർ ഹാൻഡ് 1 മിനിറ്റിൽ ഹാഫ് ഡിഗ്രി തിരിയും. മിനിറ്റ് ഹാൻഡ് ആണെങ്കിലോ, മിനിറ്റ് ഹാൻഡ് ആണെങ്കിൽ 1 മിനിറ്റിൽ 6 ഡിഗ്രി തിരിയും. ശരിയല്ലേ? അതായത് നമ്മുടെ മിനിറ്റ് ഹാൻഡ് 12 നിന്ന് 1 പോകുമ്പോൾ 30 ഡിഗ്രി തിരിയുന്നുണ്ട്. അത് എത്ര മിനിറ്റിലാണ് തിരിയുന്നത്? 30 ഡിഗ്രി 5 മിനിറ്റാണ്. 12 നിന്ന് 1 മിനിറ്റ് സൂചി തിരിക്കുമ്പോൾ 5 മിനിറ്റ് സഞ്ചരിച്ചു. അപ്പോൾ 5 മിനിറ്റിൽ 30 ഡിഗ്രി. അപ്പോൾ 1 മിനിറ്റിൽ 30/5 6 5 30. അപ്പോൾ മിനിറ്റ് ഹാൻഡ് 1 മിനിറ്റിൽ 6 ഡിഗ്രി തിരിയും. സിമ്പിളാണ് ക്വസ്റ്റ്യൻ. ഒരു ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. 6 3 9 ഇത് 12 ഇത് 7 4 5 7:25 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 5-ന് നേരെയായിരിക്കും. പക്ഷേ മണിക്കൂർ സൂചി സ്വല്പം അങ്ങോട്ട് മറിയുണ്ടാവും. നമുക്കറിയാം ഓരോ സെക്ഷനും 60 ഡിഗ്രി വെച്ചാണ്. അപ്പോൾ 60 ഇത് 30 ഇത് 60 30. അപ്പോൾ 30 60. പിന്നെ മണിക്കൂർ സൂചി എത്ര സഞ്ചരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അവർ ഹാൻഡ് 1 മിനിറ്റിൽ ഹാഫ് ഡിഗ്രി സഞ്ചരിക്കുക. അപ്പോൾ 25 മിനിറ്റിൽ 25 × ഹാഫ് 25 ഹാഫ് എന്ന് പറഞ്ഞാൽ 12.5. അപ്പം 60 + 12.5 72.5 ഡിഗ്രിയാണ് കോണാങ്കൽ. അപ്പോൾ ഓപ്ഷൻ സി ആണ് 72.5 ഡിഗ്രി. നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം. Ram bought a computer with 15% discount on the labeled price and sold it with 10% of profit on the labeled price. Approximately what was his percentage of profit on the price he bought? റാം വാങ്ങിച്ച കമ്പ്യൂട്ടറിൻ്റെ ലേബിൾഡ് പ്രൈസ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പം ബൈ ചെയ്ത പൈസ എത്രയാണ്? ബ്രോഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും? 15% ഡിസ്കൗണ്ടിലാണ് വാങ്ങിച്ചത്. അപ്പം ലേബിൾഡ് പ്രൈസിൽ നിന്ന് 15% ഡിസ്കൗണ്ട്. ലേബിൾഡ് പ്രൈസ് എക്സ് ആണെങ്കിൽ 15% ഡിസ്കൗണ്ട് 15 ഡിവൈഡ് ബൈ 100 എത്ര വരും? 3 15 3 5 3 × 5 15. അപ്പം 20 × 5 ആണ് 100. അപ്പം ഇനി ഈ 20 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 20 × x 20x മൈനസ് 3 × x 3x 20x മൈനസ് 3x 17x 17x/20. ഇനി സോൾഡ് ചെയ്ത പ്രൈസ് എത്രയാണ്? സോൾഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽസ് 10% പ്രോഫിറ്റിനാണ് കിട്ടുക. അപ്പോൾ x × 10/100 0 വിട്ടിക്കളയാലോ. x/10 ഈ 10 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 10x + x 11x ഡിവൈഡ് ബൈ 10. അപ്പോൾ വിറ്റ പൈസ 11x/10. അപ്പോൾ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? പ്രോഫിറ്റ് മീൻസ് വിറ്റ വില മൈനസ് വാങ്ങിയ വില അറിയാമല്ലോ. അപ്പോൾ 11x ഡിവൈഡ് ബൈ 10 മൈനസ് 17x ഡിവൈഡ് ബൈ 20 ഇതാണ് പ്രോഫിറ്റ്. P is equal to 10 നമുക്ക് 20 ആക്കുവാണെങ്കിൽ ഒരേ ചെയ്താവും പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ 10 20 ആണെങ്കിൽ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താവും? 22x ആവും. 22x മൈനസ് 17x 2 × 10 20 ഇവിടെ 20. അപ്പോൾ കോമൺ ചെയ്താണല്ലോ 20 ഈക്വൽസ് 22 മൈനസ് 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 22 മൈനസ് 17 5 അല്ലേ? 5x ഡിവൈഡ് ബൈ 20. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 5x/20. നമുക്ക് പ്രോഫിറ്റ് ഏതിനെ ബേസ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ? ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറയണേ? വാട്ട് വാസ് ഹിസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ ദ പ്രൈസ് ഹി ബോട്ട്. അദ്ദേഹം വാങ്ങിച്ച വിലയെ അപേക്ഷിച്ച് പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചാണ്.
അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഈക്വൽസ് എത്ര വരും? 5x. ഈ 5x/20 നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. 5 ഒരു ഓറഞ്ച് 5 4 5 20 1/4 അല്ലേ? പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഈക്വൽ ടു 1/4x ഡിവൈഡ് ബൈ വാങ്ങിയ വില എത്രയാണെന്ന് നമുക്കറിയാം, ഓർക്കുന്നില്ല? 17x/20 ആയിരുന്നു. 17x/20 നമ്മൾ സോൾവ് ചെയ്തെടുക്കണത് ഈക്വൽസ് 1/4x ഇൻറ്റു 17x/20 മുകളിലോട്ട് വരുമ്പോൾ 20/17x എന്നാവും. x മുട്ടിപ്പോയി, 1 4 4 4 20. 5/17 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/17. 5-ൽ പറ്റില്ല, 50-ൽ പോയിന്റ് കിട്ടണം മുകളിൽ. 0.217 34 6 1 വീണ്ടും ഒരിക്കലും കഴിയില്ല, ഇത് 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ എത്ര വരും? 9/17 153 വരും. ശിഷ്ടം 7 വരും. പിന്നെ ഒരു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 9 4/17 68 വരും. അപ്പം നമ്മുടെ എത്ര വരും ആൻസർ? 0.294 ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിലാണ് നമ്മൾ കാണേണ്ടത് അല്ലേ? പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ 29.4 കിട്ടും. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി വാട്ട് വാസ് ഹിസ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ ദ പ്രൈസ് ഹി ബോട്ട്. അപ്രോക്സിമേറ്റ്ലി 29 എന്ന് പറയും. നമ്മുടെ ക്വസ്റ്റ്യനിൽ ആൻസർ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻസിൽ ഇവിടെ ഓപ്ഷൻ എ 29% എന്ന് കാണാം. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7th question. A large tank filled with water is to be emptied by removing 1/5 of the water present in it every day. After how many days will there be closest to 25% of water left in the tank? ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ടാങ്ക് ഫിൽഡ് വിത്ത് വാട്ടർ, അത് എംറ്റി ആക്കണം. ഓരോ ദിവസവും 1/5 ഓഫ് വാട്ടർ പെർസെൻറ്റ് ഇൻ ഇറ്റ്, അതിലുള്ള വാട്ടറിൻ്റെ 1/5 ഓരോ ദിവസവും റിമൂവ് ചെയ്യും. അങ്ങനെ എത്ര ദിവസം കൊണ്ട് 25% ക്ലോസസ്റ്റ് ആവും എന്നാണ് ചോദ്യം. വാട്ടറിൻ്റെ ടാങ്കിൻ്റെ അകത്തുള്ള വെള്ളം 25% ക്ലോസസ്റ്റ് ആവുന്നു. ടാങ്കിലുള്ള വെള്ളം നമ്മൾ സപ്പോസ് ഒരു 100 ലിറ്റർ ആയിട്ട് കരുതാം. മൊത്തം 100 ലിറ്റർ ഉള്ളെങ്കിൽ 100%. അപ്പോൾ 25% കാണാൻ 25 ലിറ്ററിൻ്റെ അടുത്ത് ഉള്ളത് കണ്ടെത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേയിൽ നമുക്ക് 100 ലിറ്റർ ഉണ്ട്. അതിൻ്റെ 1/5 പോവും. 100 ഗുണം 1/5 പോവും. ഓറഞ്ച് 5, എത്ര 5 ആണ്? 100 20 അല്ലേ? 20. അപ്പോൾ 100 - 20 80. ഫസ്റ്റ് ഡേയിൽ 80 ലിറ്റർ ഉണ്ടാവുള്ളൂ. 80 ലിറ്റർ ആവും. സെക്കൻഡ് ഡേയിലോ 80ൻ്റെ 1/5 പോവും. അപ്പോൾ 80 - 80 ഇൻറ്റു 1/5. ഓറഞ്ച് 5. 80ൽ എത്ര മണിയാണ് 5 ഉള്ളത്? 80ൽ 16 മണിയല്ലേ? അപ്പോൾ എത്ര വരും? 80 - 16 64. മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ
64ൻ്റെ 1/5 പോകും. 64 ഇൻറ്റു 1/5 64ൻ്റെ 1/5 എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടി വരും ഇവിടെ. 64 ഭാഗം 5 5 5 5 1 4 5 10 4 ഹരിക്കാൻ കഴിയില്ല. മുകളിലൊരു പോയിന്റ് ഇട്ട് കൊടുക്കണം. 0 ഇറക്കി എഴുതുക. 8 5 40. ഓക്കെ, കിട്ടിയില്ലോ നമുക്ക്. അത് പറയാം. അപ്പോൾ നമുക്ക് 64ൽ നിന്ന് 12.8 കുറയ്ക്കണം. 64, അതായത് ഓറഞ്ച് 5 12.8 വരും ഇവിടെ. 64 മൈനസ് 12.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51.2 അല്ലേ? ഫോർത്ത് ഡേ ആകുമ്പോഴോ 51.2 മൈനസ് 51.2 ഇൻറ്റു 1/5 അങ്ങനെയാണല്ലോ പറയണത്. അപ്പോൾ നമ്മുടെ അടുത്തതിൽ 51.2 ഡിവൈഡഡ് ബൈ 5 ആണ്. 51 നമുക്കറിയാം 10 5 50. പെട്ടെന്ന് ഇങ്ങനെയാണ്. 1 മുകളിലൊരു പോയിന്റ് കൊടുത്തു, 2 താഴെ ഇറക്കി, 5 10 2 0 4 5 20. അപ്പോൾ എത്രയാകും? 10.24 എത്രയും 51.2 മൈനസ് 10.24 10.24 ഈക്വൽസ് 40.96 കിട്ടും അല്ലേ? ശരിയല്ലേ? നമ്മൾ ഫിഫ്ത്ത് ഡേ ഇപ്പോൾ നമ്മൾ 40 ലിറ്റർ ആയിട്ടുള്ളൂ. നമുക്ക് 25ൻ്റെ അടുത്ത് എത്തണം അല്ലേ? അപ്പോൾ 40.96 മൈനസ് അതിൻ്റെ 5ാമത്തെ ദിവസം അതിൻ്റെ 1/5 കുറയും. എത്ര വരും? നമുക്കറിയാം 8 5 40. സോറി, ഓറഞ്ച് 5 8 5 40 പോയിന്റ് ഇട്ട് കൊടുക്കും. 9 2 തവണ 9ൽ നിന്ന് 8 കുറയും. അപ്പോൾ 2 തവണ 9ൽ 2 തവണ ഇല്ല, സോറി 9ൽ 1 തവണ. അറിയില്ലാത്തൊരു മാറ്റി എഴുതി ഹരിച്ചു നോക്കണം കേട്ടോ. ഓരഞ്ച് 5 9ൽ നിന്ന് 5 കുറച്ച് 4 വരും. 6 താഴേക്ക് 46ൽ എത്ര വരും? 46ൽ 9 വരും. 9 5 45 അല്ലേ? അപ്പോൾ 46 മൈനസ് 45 എന്ന് പറഞ്ഞാൽ 1 വരും. 0 ഇട്ട് കൊടുക്കണം. 5 10 8.19 2 വരും. അപ്പോൾ 40.96 മൈനസ് 8.192 ഈക്വൽസ് 32.76 അല്ലേ? നമുക്ക് 77 എഴുതാം. 76 അല്ല 77 വരും. ദെൻ സിക്സ്ത് ഡേയിൽ 32.77 മൈനസ് 32.77 ഡിവൈഡഡ് ബൈ 5. ഈ 32.76 എന്നാട്ടോ വരുന്നത്. ഞാനത് റൗണ്ട് ചെയ്ത് 77 ആക്കിയതാണ്. അപ്പോൾ സിക്സ്ത് ഡേയിൽ 32.77 നമുക്ക് മൊത്തത്തിലൊന്ന് മാറ്റിയതാണ്. സിക്സ്ത് ഡേയിൽ 32.77 മൈനസ് 32.77 ഡിവൈഡഡ് ബൈ 5 ഈക്വൽസ് എത്ര വരും? 32.77 ഡിവൈഡ് ബൈ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 5 30 2 താഴെ ഇറക്കി എഴുതി, ഹരിക്കാനുള്ള മുകളിൽ പോയിന്റ് കൊടുത്ത് 7 ഇറക്കി എഴുതി. 5 × 5 25 7 5 2 വീണ്ടും 7 എഴുതി. 5 × 5
25 2 എഴുതി ഞരിക്കാൻ പറ്റില്ല, ഒരു 0 കൊടുത്തു. 4 × 5 20. എത്ര വരും? 6.5 6.554. അപ്പോൾ 32.77 മൈനസ് 6.554. 10 ൽ 4 കുറച്ചാൽ 6, 6 ൽ 5 കുറച്ചാൽ 1, 7 ൽ 5 കുറച്ചാൽ 2, 26 26.216 കിട്ടി. നമുക്ക് 25% ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. അപ്പോൾ 26 ആയില്ലേ? അപ്പോൾ ഏത് ദിവസത്തിലായിരിക്കും 25% ക്ലോസസ്റ്റ് ആണ്? 6th ഡേയിലായിരിക്കും. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ ബി 6th ഡേ. ഓക്കെ, ലെങ്തിയാണ്. നമുക്ക് എന്നും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതിന് സ്പീഡ് ലഭിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, if 15% can do a work in 16 days, after 4 days 3 more people joined in the work, in how many days the remaining work will complete? If 15 persons can do a work in 16 days, അതായത് 15 പേർക്ക് 16 ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ആ വർക്ക് ഒരാളാണ് ചെയ്തിരുന്നെങ്കിൽ എത്ര ദിവസം വേണ്ടി വരും? 15 × 16 = 240 ഡേയ്സ്. ആ വർക്ക് ഒരാളാണ് ചെയ്തിരുന്നെങ്കിൽ 240 ദിവസം വേണ്ടി വരും. ഇനി ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടിൽ എന്താ പറയണേ? ആഫ്റ്റർ 4 days 3 more people joined in the work. 4 ദിവസങ്ങൾക്ക് ശേഷം 3 പേര് കൂടി ആഡ് ചെയ്തു. അപ്പോൾ 4 ദിവസം കൊണ്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ആകും ഒരാളാണ് ചെയ്തിരുന്നെങ്കിൽ? 15 × 4 = 60 days. അതായത് ടോട്ടൽ വർക്കിൻ്റെ 60 days ഓഫ് വർക്ക് കംപ്ലീറ്റ് ആകും അല്ലേ, ഒരാളാണ് ചെയ്തതായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ. ഇനി ഇവ തമ്മിലൊന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. 240 - 60 = 180 days. എന്താണ്? ഇനി 180 days ഓഫ് വർക്ക് ലെഫ്റ്റ് ആണ്. ഈ വർക്കുകളൊക്കെ ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ അല്ലേ. അപ്പോൾ 4 ദിവസങ്ങൾക്ക് ശേഷം എത്ര പേര് ആഡ് ചെയ്തു? 3 പേര് ആഡ് ചെയ്തു. ആദ്യം 15 പേരുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 18 പേരുണ്ട്. ഇപ്പോൾ ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ 180 ദിവസത്തെ വർക്ക് ഉണ്ട്. അപ്പോൾ 18 പേരാണ് ചെയ്യുന്നതെങ്കിലോ 180 / 18 = 10 days. അപ്പോൾ 10 days ഓഫ് വർക്ക് ലെഫ്റ്റ് ആണ് ഇഫ് 18 people work together. ഓക്കെ, 10 days. ഇനി നമുക്ക് 9th ക്വസ്റ്റ്യനിലോട്ട് പോകാം. 9th ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? Rs 2400 is divided among 3 persons P, Q, R respectively in the ratio 3:4:5. If an amount Rs 200 is added to each of their shares, what is the new respective ratio of their share amount? അപ്പോൾ നമുക്ക് ഫസ്റ്റ് പിയുടെ ഷെയർ എത്രയാണെന്ന് നോക്കാം. പിയുടെ ഷെയർ എത്രയായിരിക്കും? P = പിയുടെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ 3 ആണ്. 3/, മൊത്തം അങ്ങോട്ട് കൂട്ടണം. 3 + 4 + 5, 5 + 4 9, 9 + 3 12. അപ്പോൾ 3/12 ആണ് പിയുടെ ഷെയർ അല്ലേ. മൊത്തം 2400 ഉണ്ട്. അപ്പോൾ പിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ 3/12 × 2400. ഹൗ മച്ച്? ഒരു 12 200 3 600 എന്ന് വരും. ക്യൂവിൻ്റെ ഷെയറോ? ക്യൂയുടെ എത്രയാണ്? 4 ആണ്. 4/12 × 2400 = സെയിം തന്നെ വരും 800. എന്താ സെയിം അല്ല, സെയിം മീൻസ് ഡിവൈഡിങ് സെയിം ആയിട്ട് വരുന്നു.
then R is equal to 5 divided by 12 into 2400 equal to 1000 വരും അല്ലേ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, അവരുടെ ഓരോരുത്തരുടെയും ഷെയറിലേക്ക് 200 വെച്ച് ആഡ് ചെയ്തു. അപ്പം 600 പ്ലസ് 200 ശരിയല്ലെന്ന് നോക്കിക്കോട്ടോ. 1000 പ്ലസ് 1800 പ്ലസ് 600 2400 അല്ലേ. മൊത്തം ഷെയർ കറക്റ്റ് അല്ല. അപ്പോൾ 600 800 1000 എന്നുള്ള രീതിയിലാണ് ഷെയർ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടിയാണ് 3/12 എന്ന രീതിയിൽ, 12/4 എന്ന രീതിയിൽ, 12/5 എന്ന രീതിയിലാണ് ഇവരുടെ ഷെയർ ഉപയോഗിക്കുന്നത് ടോട്ടലിൻ്റെ. അതുകൊണ്ടാണ് 3:4:5 എന്ന റേഷ്യോ വന്നത് അല്ലേ. 600 ഈസ് 800 ഈസ് 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3:4:5 എന്ന് തന്നെ കിട്ടും. ഇനി ഇവർ ഓരോരുടെ ഷെയറിൽ 200 വെച്ച് ആഡ് ചെയ്യണം അല്ലേ. അതല്ലേ ക്വസ്റ്റ്യനിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്, if an amount Rs 200 is added to each of their shares, what is the new respective ratio of their share amount അല്ലേ. അപ്പം ഓരോരുത്തർക്കും 200 വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 600 പ്ലസ് 200 800, 800 പ്ലസ് 200 1000, 1000 പ്ലസ് 200 1200 അല്ലേ. ഇനി ഇവർ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ളതൊക്കെ ഈ സംഖ്യ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഈ 100 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ 8, 10, 12 എന്ന് വരും. ഇനി 3 2 ഉണ്ട്, 3 കോമൺ ആയിട്ട്. അപ്പോൾ 4 2 8, I 2 10, 6 2 12. അപ്പോൾ 4 5 6 വരും. അപ്പോൾ 4:5:6 ആയിരിക്കും റേഷ്യോ. യെസ്, ഓപ്ഷൻ ഡി 4:5:6. നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. The compound interest on a certain sum for 2 years at 8% per annum is Rs 1040. The simple interest on it at the same ratio for 2 years is. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കോമൺ ഇൻട്രസ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ കോമൺ ഇൻട്രസ്റ്റിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം തന്നെ പഠിക്കണം. കോമൺ ഇൻട്രസ്റ്റ് IC is equal to P into 1 plus കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം തന്നെ പഠിക്കാം. IC equal to P into 1 plus R by N the whole raised to N into T minus P. ഇതിൽ P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളാണ്, ഇനീഷ്യൽ എമൗണ്ട് ആണ്. IC എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. R എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. N എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിങ് ഇയർ ആണ്. അതായത് ആനുവലി നിന്നാകുമ്പോൾ കോമ്പൗണ്ടിങ് ഇയർ 1 ആവും, സെമി ആനുവലി നിന്നാകുമ്പോൾ കോമ്പൗണ്ടിങ് ഇയർ 2 ആവും. സപ്പോസ് മന്ത്ലി എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ടിങ് ഇയർ 12 ആവും. ഇനിയിപ്പോൾ ഡെയിലി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ടിങ് ഇയർ 365 ഡേയ്സ് ആണ്, 365 ആവും. T എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, എത്ര വർഷത്തേക്കാണ് നിക്ഷേപം, അതാണ് T എന്ന് പറഞ്ഞത്. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ. ഓക്കെ, നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ. Compound interest on a certain sum for 2 years at 8% per annum is 1040 തന്നിട്ടുണ്ട്. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 1040 ഈക്വൽസ് P ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. P ഇൻറ്റു P അല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ P നമുക്ക് വേണം. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷൻ എന്താ, I സിമ്പിൾ ഈക്വൽ ടു PRT. P എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ, R എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, T എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്. നാളെ ആറും T നമുക്കറിയാം. P ഇൻറ്റു R എന്ന് പറഞ്ഞാൽ 8/100, 8% അല്ലേ. T എന്ന് പറഞ്ഞാൽ എത്ര വർഷമാണ്, 2 years ആണ്. 2 അപ്പോൾ 1 2 2 50 2 100, 4 2 8 25 2 50 അല്ലേ. അപ്പോൾ P ഇൻറ്റു 4/25 I സിമ്പിൾ. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് P വേണം. അപ്പോൾ P നമുക്ക് ഈ ഇവിടെ നിന്ന് കണ്ടെത്തണം. 1 പ്ലസ് R എന്ന് പറഞ്ഞാൽ 8/100 അല്ലേ. N എന്ന് പറഞ്ഞാൽ ആനുവലി എന്ന് പറഞ്ഞാൽ, അപ്പോൾ N എന്ന് പറഞ്ഞാൽ 1, 8/100 തന്നെ, 100 × 100 1. N എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 മൈനസ് P അല്ലേ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ 1040 ഈക്വൽസ് P ഇൻറ്റു 1 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ 4 2 8 52 100 50 25
2 എഴുതി 2 2/25 നോക്കും. അപ്പോൾ എന്ത് വരും? 2/25 is whole square minus p എന്ന് വരും അല്ലേ? അപ്പോൾ 1040 equal p into 25 ഇങ്ങോട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. 25 plus 2 27 27/25 the whole square minus p എന്ന് വരും അല്ലേ? ഇനി 1040 equals p into 27 into 27. 27ൻ്റെ സ്ക്വയർ എത്രയാ? കുറച്ച് സ്ക്വയറൊക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. 27ൻ്റെ സ്ക്വയർ 729 25 ആ 25ൻ്റെ അറിയാലോ 625 മൈനസ് പി അല്ലേ? 1040 equals p into 729 divided by 625 minus p. ഈ p മൊത്തത്തിൽ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് -1 ബ്രാക്കറ്റ് ഇട്ടായില്ലോ -1 വരും. ഇങ്ങനെ വരില്ലേ? p into 725/625 മൈനസ് p എന്ന് വരും. p നമ്മൾ മൊത്തത്തിൽ കോമൺ ആയിട്ട് പുറത്തോട്ടുണ്ട്. ദെൻ 1040 is equal to p into 729 minus 625 divided by 625. അതായത് 625 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റർ അവിടെ എഴുതി. ദെൻ 1040 is equal to p into 729 minus 625 104 divided by 625 അല്ലേ? ദെൻ p is equal to 1040 into 625 divided by 104 അല്ലേ? ഇവിടെ 1040 ആണ്, 104 ആണ്. അപ്പോൾ 1 10 അല്ലേ? അപ്പോൾ p എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 625 into 10 6250 എന്ന് കിട്ടും അല്ലേ? നമുക്ക് p അല്ല കണ്ടെത്തേണ്ടത്. നമുക്ക് എന്താണ് കണ്ടെത്തേണ്ടത്? സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് കണ്ടെത്തുക. സിമ്പിൾ ഇൻട്രസ്റ്റ് നമ്മൾ അവിടെ കണ്ടെത്തിയിരുന്നു. എന്താ? സിമ്പിൾ ഇൻട്രസ്റ്റ് IS ഈക്വൽ ടു p into 4/25 എന്ന് കണ്ടെത്തിയിരുന്നു. അപ്പോൾ IS ഈക്വൽ ടു p into 4/25 അല്ലേ? p നമുക്ക് കിട്ടി. എത്ര കിട്ടിയ p? 6250 into 4/25 അല്ലേ? 6250 ഒരു ഗുണിതാണ് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ? അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. 6250 divided by 25 എത്ര വരും? 2 25 50 2 1 5 താഴെ ആക്കി എഴുതി. 125 എത്ര ഉണ്ട്? ഇത് 2 ആണ്. 125 4 25 100 5 25 125. അപ്പോൾ അത് പോയി. പിന്നെ 0 ഉണ്ട്, ഹരിക്കാൻ പറ്റില്ല, മുകളിൽ കൊടുക്കും. അപ്പോൾ 250. അപ്പോൾ 250 ഗുണം 4 എത്ര വരും? 250 ഇൻറ്റു 4 1000. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 1000 ആണ്. ഓപ്ഷൻ നോക്കുക. യെസ്, ഓപ്ഷൻ എ 1000. Okay, balance 10 questions we will continue in the next class.